ഹായ് 123 വർഷം പഴക്കമുള്ള മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി AMLP സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് പ്രമുഖ വ്യക്തികൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു സ്കൂളാണ് AMLP സ്കൂൾ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഈ വരുന്ന ഡിസംബർ 22-ന് നടക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപികയും റംലത്ത് മാമിനെ ഒന്ന് കാണാം. അപ്പൊ ഈ ഡിസംബർ 22-ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മാമിന്റെ ഒരു റിട്ടയർമെന്റ് കൂടിയാണ് ഈ ഡിസംബർ 22-ന് നടക്കാൻ പോകുന്നത്. ഏറ്റവും ആ ഒരു ശുഭവേളയിൽ മാമിന് എന്താണ് പറയാനുള്ളത്? ഈ വിദ്യാലയം ഇനിയും കൂടുതൽ ഉയർന്നു കാണണം എന്ന് തന്നെയാണ് എന്റെ പേഴ്സണലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരെല്ലാം തന്നെ ഏറ്റവും നല്ല കഴിവുള്ള അധ്യാപകരാണ്. എത്ര കാലമായി ഇവിടെ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് അറിയോ? അതായത് സ്ഥിരമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും കൂടിയില്ലേ, ഞാൻ പഠിക്കുന്ന കാലത്ത് മനസ്സിലാവും. ഇവിടുത്തെ ഓർമ്മകൾ എന്തെങ്കിലും ഇപ്പൊ ഉണ്ടോ? എന്താ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓർമ്മ? എന്താ ഓർമ്മ ഉണ്ടതേ, ഞാൻ കാര്യം അങ്ങ് വരുമ്പോഴേ ഇവിടെ 4 ചവിട്ടാണ്. ഇവന്മാരെ 4 കല്ലിട്ടേക്ക് റോഡൊന്നുമില്ല. അവിടെ ഒരു മൂച്ചി ഉണ്ടായിരുന്നു. ആ മൂച്ചി വീട്ടിൽ കൂടി 3 ഒതുക്ക് കാര്യമായിട്ട് സ്കൂൾ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ പഠിച്ച കാലത്ത് മാഷ്, എന്നെ മെയ്തീൻ മാഷ്, വരി മാഷ്, ബാപ്പുവാക്കാരൻ, പക്ഷേ മൂപ്പരെ പേരെന്താ പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ സ്കൂൾ ഈ സ്കൂൾ നമ്മളിപ്പോ നല്ല മാറ്റമല്ലേ? നല്ല മാറ്റമുണ്ട്. എന്തൊക്കെ മാറ്റമാണ് ഈ ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന ഈ സ്കൂൾ എന്ന് ഓർമ്മയുണ്ടോ? പ്രദേശത്ത് കൊണ്ടുവന്ന കാര്യം ഇവിടെ ഇങ്ങനെ ഒരു ഓലപ്പനെ പണ്ടുണ്ടായിരുന്നത്. അതിന് അതേ വർഷക്കാലം വരുമ്പോഴത്തേന് ആ മാനേജർ മനസ്സിലാക്കാറി അയാളെ പേരെ പഠിക്കുന്നത്. അയാള് ഓല കെട്ടി മേഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി അതിന് എന്ത് വേണമെന്നറിയാം. അതിന് ഗവൺമെന്റിന് കിട്ടിയാൽ അന്ന് അത് ഒരുപാട് ഈ വർഷകാലത്തൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ദിനാമാസം എന്ന് പറഞ്ഞ വർഷം അന്ന് ഇന്നത്തെ ആ വർഷം വന്നാൽ നേരത്തെ വിടുന്നിട്ടൊക്കെ മഴ കേൾക്കുന്നതാണ് ഇതാ വർഷം. ഓലക്കുടലിൽ നിന്നും ഈ ഒരു ചേഞ്ചിലോട്ട് മാറിയപ്പോഴാണ് ഈ പ്രദേശത്തിന് കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നെന്നാണ് പറയുന്നത് അല്ലേ കാക്കോ? ബുദ്ധി മോദി അത് ഇംഗ്ലീഷുള്ളതാ. ഓക്കെ, അറിയാം. ഓല മണി അറിയാം. പിന്നെ പുല്ലോ പുല്ല് നമ്മള് ഈ പണ്ടത്തെ സാധാ പുല്ലല്ല, അതിന് വേറെ കരിമ്പുല്ലും കുറച്ചുണ്ടാക്കിയിട്ട് കല്ലിട്ടിട്ട് വളരെ നേരം നേരിട്ട്. ഏറ്റവും പഴക്കമേറിയ സ്കൂളിൽ പഠിച്ചിരുന്നതാണ് കാക്ക. ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗിൽ ഇരിക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകളാണ് ഇവിടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷത്തെ ചരിത്രം പറയാനുള്ള തോഴഞ്ഞൂർ ഈസ്റ്റ് AMLP സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പകർത്തിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ മലപ്പുറത്തെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനായ പ്ലാറ്റിനം എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന് അഭിമാനമുണ്ട്. ഞാൻ ഈ തിരികെ എന്ന ഈ തോഴഞ്ഞൂർ ഈസ്റ്റ് സ്കൂൾ പരിപാടിയുമായി ബന്ധപ്പെട്ട് ലീവ് എടുത്ത് പ്രത്യേകം വന്നതാണ്. തിരികെ എന്നുള്ള പ്രോഗ്രാം ആദ്യമായിട്ടാണോ AMLP സ്കൂൾ നടക്കുന്നത്? 3 വർഷമായിട്ട് ആദ്യമായിട്ടാണ്. ആരും ഈ ഒരു സ്കൂൾ പഠിച്ച എല്ലാരും കാണാനായിട്ടായിരിക്കും എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? ഈ ഒരു 22-ാം തീയതിക്കുള്ളത് റീയൂണിയൻ ആയിട്ടല്ലേ? കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പറാണ്. എന്തായിരുന്നു സർ, സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ഷമീർ കാലടി. സർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അതെ, ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1984 മുതൽ 80 മുതൽ 84 വരെ ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ സ്കൂളിനെ കുറിച്ച് ഒരു അഭിമാന നേട്ടം തന്നെയാണ് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. 123 വർഷം പഴക്കമുള്ള സ്കൂളുകൾ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ കുറച്ചേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതെ, ഇത് പണ്ട് കാലത്ത് എന്റെ പൂർവികരുടെ കാലത്ത് ഇത് ഓത്തുപള്ളി ആയിരുന്നു. പിന്നീടാണ് നമ്മള് സ്കൂളായി മാറിയത്. ഇങ്ങനൊരു തലമുറ സംഗമം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും സ്കൂളിലേക്ക് വരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.